പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. പ്രിയ മക്കളെ, ഒരുവൻ കർത്താവിൽ വെളിച്ചമാകുന്നു എന്ന് പറയണമെങ്കിൽ ആ ഇരുളിൻ്റെ പ്രവർത്തികൾ നമ്മിൽ നിന്നും മാറണം. എല്ലാ ഇരുളിൻ്റെ സ്വഭാവങ്ങളും നമ്മിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ കർത്താവിൽ നിന്ന് ആ വെളിച്ചം നമുക്ക് അനുഭവിപ്പാനിടയാവും. അതായത് എഫെസ്യർക്ക് എഴുതിയ ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന കാരാഗ്രഹത്തിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് ഹല്ലേലൂയ നോക്കൂ, തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളൊക്കെ നേരിട്ടപ്പോഴും അവിടെ ഇരുന്നും പറയാണ്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:2 വായിക്കുമ്പോൾ, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. പ്രിയ മക്കളെ നോക്കൂ, ഇരുട്ടിൽ നടന്ന ജനങ്ങളാണ് വലിയ വെളിച്ചം കാണുന്നത്. ഹല്ലേലൂയ. ആ വെളിച്ചം കാണുമ്പോഴാണ് അവർക്ക് ഹല്ലേലൂയ ക്രിസ്തുവിനോട് കൂടുതൽ അടുത്തു വരുവാനും യേശുവിലുള്ള സ്നേഹത്തിൽ അവർ ഹല്ലേലൂയ കൂടുതലായിട്ട് അപ്പനോട് ചേർന്ന് നിൽക്കുവാനും കഴിയുന്നത്. പിന്നീട് ഇരുട്ടിൻ്റെ പ്രവൃത്തിയിലേക്ക് അവർക്ക് പോകുവാൻ ഹല്ലേലൂയ കഴിയത്തില്ല. ഹല്ലേലൂയ. യേശു അപ്പനെ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയും ഹല്ലേലൂയ ഇരുട്ടിൻ്റെ പ്രവൃത്തിയിലേക്ക് പിന്നീട് പോകുകയില്ല. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ നാം ഓരോരുത്തരും പാപത്തിൻ്റെ വഴികളെല്ലാം വിട്ട്, ഇരുട്ടിൻ്റെ എല്ലാ പ്രവൃത്തികളും വിട്ട് കർത്താവിൽ വെളിച്ചം കാണുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വെളിച്ചത്തിൻ്റെ അനുഭവം. ഹല്ലേലൂയ. യേശു എന്നിലുണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു പറഞ്ഞ ആ കർത്താവിൻ്റെ സ്നേഹം, ഇഷ്ടം നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, രക്ഷയുടെയും പ്രത്യാശയുടെയും വെളിച്ചം തരുന്ന കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നാം അത് അനുഭവിച്ചറിയുമ്പോൾ പിന്നീട് ആ വ്യക്തിയിൽ ഇരുട്ടിന് സ്ഥാനമില്ല. ഹല്ലേലൂയ. നോക്കൂ, അന്ധകാര അവസ്ഥകളൊക്കെ മാറ്റിത്തരുന്ന അപ്പനെ നാം രുചിച്ചറിയുമ്പോൾ പിന്നെ അന്ധകാരത്തിന് നമ്മൾ ഇടം കൊടുക്കുവാൻ അനുവദിക്കരുത്. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. നോക്കൂ, ഇരുട്ടിനെ വെളിച്ചമാക്കുന്ന ദൈവം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. നാം ഇരുട്ടിന് ഇടം കൊടുക്കരുത്. വെളിച്ചത്തിന് വേണം നാം ഓരോരുത്തരും സ്ഥലം കൊടുക്കുവാന്. ഹല്ലേലൂയ. നോക്കൂ, ഭോഷന്മാരാണ് ഇരുട്ടിൽ നടക്കുന്നത്. നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ഇല്ലായ്മ ചെയ്ത് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. ഹല്ലേലൂയ. അവിടെ വിടുതൽ. ഹല്ലേലൂയ. അവിടെയാണ് ഹല്ലേലൂയ ശത്രുവിനെ തുരുത്തി ഓടിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ഈ ലോക ജീവിതത്തിലല്ല പൈശാചിക തന്ത്രങ്ങളെയും മറികടന്ന് മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാ? വെളിച്ചത്തിൻ്റെ ആയുധവർഗം നാം ധരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ഇത് ദുഷ്കാലമാണ് പ്രിയ മക്കൾ. അതിനാൽ നാം ലഭിക്കുന്ന സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ച് ദൈവം മുമ്പാകെ വെളിച്ചത്തിൻ്റെ മക്കളായി നടക്കണം. ഹല്ലേലൂയ. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ. ആ ദിനത്തിനായി കാത്തിരിക്കണം. അത് നമ്മുടെ ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തി തരുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ നാം കൂട്ടാളികളാകരുത്. ഹല്ലേലൂയ. അവയെ എന്ത് ചെയ്യണം? ശാസിച്ച് അകറ്റേണ്ടത് നമ്മുടെ കടമയാണ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നമുക്ക് പുതിയ നിയമത്തിൽ, അതായത് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ 9-ാം അധ്യായത്തിൽ ഹല്ലേലൂയ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, അവൻ്റെ ശിഷ്യന്മാർ, താഴോട്ടുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു? നോക്കൂ, കുരുടനെല്ലാം ഇരുട്ടായിട്ട് തന്നെയല്ലേ കാണുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ നാം വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ അപ്പൻ്റെ ഹല്ലേലൂയ ആ വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ അവൻ അനുഭവിച്ചത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, ദൈവ പ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിനാണ് കർത്താപ്പച്ചൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത
രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി നീ ചെന്ന് ശിലോകാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശിലോകാം എന്നതിനെ അയക്കപ്പെട്ടവൻ എന്നർത്ഥം. പ്രിയ മക്കളെ, പിറവിയിലെ കുരുടനായവന്റെ കണ്ണിലേക്ക്, ഹല്ലേലൂയ, അപ്പൻ എന്താണ് ചെയ്തത്? ഹല്ലേലൂയ, നിലത്ത് നിന്ന് ചേറെടുത്തത്, ഹല്ലേലൂയ, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി, ഹല്ലേലൂയ. പിന്നെന്താണ്? നീ പോയി കഴുക, ഈ ശിലോകം എന്ന, ഹല്ലേലൂയ, കുളത്തിൽ പോയി നീ തന്നെ കഴുക. ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കി, ഈ കണ്ണ് കാണാത്തവനെ പറഞ്ഞയക്കുന്ന അപ്പനാ. ഹല്ലേലൂയ. അവന്റെ കൂടുണ്ട്. യേശുപ്പ എന്താ ഇരുട്ടിൽ വെളിച്ചം പകർന്നത്? ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ ലോകത്തിന്റെ മക്കളാ. ലോകത്തിന് വെളിച്ചം പകരേണ്ടതാ. ലോകത്തിലെ മക്കൾക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഹല്ലേലൂയ. പിന്നീടുള്ള വാക്യങ്ങൾ, ഹല്ലേലൂയ, ഇവനെ എന്താ കുരുടനല്ലായിരുന്നോ? എപ്പ ഇങ്ങനെ കാണുവാനൊക്കെ എങ്ങനെ സാധിച്ചെന്നൊക്കെ പറഞ്ഞ് പരീക്ഷന്മാരും സദൂക്യരും പലരും, ഹല്ലേലൂയ, ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മുടെ യേശുപ്പന് ഇന്നും ഉണ്ടല്ലോ, ഓരോരുത്തരും ക്വസ്റ്റ്യൻ ചെയ്യും. നീ അങ്ങനെയല്ലായിരുന്നോ? നേരത്തെ എങ്ങനെയായിരുന്നു? ഇപ്പോഴെങ്ങനെ ഇങ്ങനെ ആയതെന്നൊക്കെ പറഞ്ഞ് പലരും ക്വസ്റ്റ്യൻ ചെയ്യും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നോക്കൂ, 9-ാം അധ്യായം 17-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അവർ പിന്നെയും കുരുടനോടെ നിന്റെ കണ്ണ് തുറന്നത് കൊണ്ട് നീ അവനെ കുറിച്ച് എന്തു പറയുന്നു? യേശുപ്പനെ കുറിച്ച്, ഹല്ലേലൂയ, കുരുടൻ എന്തു പറയുന്നു? ഹല്ലേലൂയ. നീ ഇപ്പൊ സൗഖ്യം പ്രാപിച്ചപ്പോൾ നീ അവനെ കുറിച്ച് എന്തു പറയുന്നു? അവനൊരു പ്രവാചകൻ എന്നവൻ പറഞ്ഞു. ഹല്ലേലൂയ. നോക്കൂ, എന്നിട്ട് താഴെ കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പന്മാരെ വിളിച്ചു ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. ഇന്നും എന്താ, പലതും വിശ്വസിക്കാൻ ആർക്കും കഴിയത്തില്ല. വെളിച്ചത്തിന്റെ മക്കളായി നടക്കുന്നവരെ, ഹല്ലേലൂയ, ഇരുട്ടിൽ നടന്നപ്പോൾ ഒരു കുഴപ്പമില്ല. വെളിച്ചത്തിന്റെ മക്കളാക്കി കടന്നു വന്നപ്പോഴാ ചോദ്യം, നീ എങ്ങനെയാ ഇപ്പോഴിങ്ങനെ ആയത്? പണ്ടെങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പല ചോദ്യങ്ങളും കടന്നു വരും. പ്രിയ മക്കളെ, യേശുപ്പനെ കാണുകയാണെങ്കിൽ ആ ഇരുട്ടിന്റെ പ്രവൃത്തികളെല്ലാം നമ്മിൽ നിന്ന് മാറും. ഹല്ലേലൂയ. അന്നുണ്ടായിരുന്ന കൂട്ടുകാരൊന്നും, ഹല്ലേലൂയ, വെളിച്ചത്തിന്റെ മക്കളായി കഴിയുമ്പോൾ, യേശുപ്പന്റെ മക്കളായി കഴിയുമ്പോൾ കടന്നു വരത്തില്ല. ഹല്ലേലൂയ. പലരിൽ നിന്ന് അകൽച്ച പാലിക്കേണ്ടതായി വരും. പക്ഷേ നമ്മുടെ യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, വെളിച്ചം തരുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കുവാനില്ല. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ വെളിച്ചം തരുന്ന കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ആയിത്തീർന്നു. ഹല്ലേലൂയ. നോക്കൂ, 30-ാം വാക്യത്തിൽ യോഹന്നാൻ സുവിശേഷം 9:30 പറയുന്നു, ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണ് തുറന്നിട്ടും അവന് എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നെ അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നമ്മൾ, ഹല്ലേലൂയ, കുരുടനായിരുന്ന സമയത്തിന് ഒരു കുഴപ്പവുമില്ല. കണ്ണ് കണ്ട്, ഹല്ലേലൂയ, അവൻ ലോകത്തിലേക്ക്, ആ വെളിച്ചത്തിലേക്ക് കടന്നു വന്നപ്പോൾ പല ക്വസ്റ്റ്യനുമായിട്ട് കടന്നു വന്നു. പക്ഷേ, ഹല്ലേലൂയ, അവൻ കണ്ണിന് സൗഖ്യം കിട്ടിയപ്പോൾ, ഹല്ലേലൂയ, അവൻ യേശുവിനെ മഹത്വപ്പെടുത്തുന്നതായിട്ട് താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ കാണുവാൻ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പ്രിയ മക്കളെ, ഹല്ലേലൂയ, വിശ്വസിക്കുന്നവരിലാണ് ദൈവത്തിന്റെ, ഹല്ലേലൂയ, പ്രവൃത്തി കാണുവാൻ സാധിക്കുന്നത്. ഈ ദിവസങ്ങളിൽ വിശ്വസിച്ചാൽ കർത്താവിന്റെ മഹത്വം കാണുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഇരുട്ടിന്റെ പ്രവൃത്തികളെല്ലാം മാറ്റിക്കളഞ്ഞ് വെളിച്ചത്തിന്റെ മക്കളായിട്ട് നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, കുരുടനായിരുന്നവനെ നോക്ക്, 35-ാം വാക്യത്തിൽ അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, യജമാനനെ, അവൻ ആരാകുന്നു? ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു. പ്രിയ മക്കളെ, യേശുവിനെ അറിയുന്നവർ, ഹല്ലേലൂയ, യേശുവിന്റെ,
ഹല്ലേലൂയ സ്നേഹം മനസ്സിലാക്കിയവൾ കർത്താപ്പച്ചനിൽ നിന്ന് ഹല്ലേലൂയ നമുക്ക് എന്തെങ്കിലും വിടുതൽ ലഭിച്ചെങ്കിൽ പിന്നീട് നമ്മൾ അടങ്ങിയിരിക്കുള്ള കർത്താവിനെ നമസ്കരിക്കുന്നവരായി, കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ നമ്മൾ അനുഭവിച്ചത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നവരായി ഈ ദിവസങ്ങളായി തീരണം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇരുട്ടിന്റെ അനുഭവത്തിലായിരിക്കുന്ന ജീവിതങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെളിച്ചം കണ്ടെത്തുവാൻ ദൈവമേ കൃപ ചെയ്യണമേ കർത്താവെ. അതിനുവേണ്ടി ഒരുക്കണമേ കർത്താവെ. ഓരോ ഹൃദയത്തോടും ഇടപെടണമേ കർത്താവെ. എല്ലാ ഇരുട്ടിന്റെ പ്രവൃത്തികളും മാറ്റി ഹല്ലേലൂയ യേശുവിന്റെ ഹല്ലേലൂയ വെളിച്ചം കണ്ടുമുട്ടുവാൻ ഓരോരുത്തരെയും സഹായിക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ട് വെളിച്ചത്തിന്റെ മക്കളാക്കിയിരിക്കാൻ സ്തോത്രം. എല്ലാ മാനവും മഹത്വവും കർത്താവിനെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ.